കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കുന്നതിനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ. ഗൂഗിൾ പേ ചെയ്യുക. സ്വന്തമായി ഗൂഗിൾ പേ ഇല്ല എന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഗൂഗിൾ പേ ഉപയോഗിച്ചുകൊണ്ടും എമൗണ്ട് പേ ചെയ്യാവുന്നതാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇനിയും ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് RCR അല്ലെങ്കിൽ റെസ്റ്റിറ്റ്യൂഷൻ ഓഫ് കോൺജുഗൽ റൈറ്റ്സുമായി ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന മറ്റൊരു കിഡിലൻ ഒരു ഓർഡറിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സത്യസന്ധരായിട്ടുള്ള എല്ലാ ഭർത്താക്കന്മാർക്കും ഇതിൻ്റെ ഉപയോഗം കിട്ടുമെന്നുള്ളത് 100% ഉറപ്പുള്ളതാണ്. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, ഒരു ഫാമിലി ഇഷ്യൂ വരികയാണെന്നുണ്ടെങ്കിൽ ഭർത്താക്കന്മാർ ഇതിൽ ആദ്യം ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ് എന്താണ് എന്നുള്ളത് ചിന്തിക്കുമ്പോൾ പലരും എന്താണ് പറയാം, ഒരു റിവെഞ്ചിൻ്റെ പുറത്ത് ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യണം, ഒരു ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്യുക എന്നുള്ളതാണ് സാധാരണ കോമൺ ആയിട്ട് നമ്മൾ കണ്ടുവരുന്നത്. പക്ഷെ ഒരു കാരണവശാലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഡിവോഴ്സ് പെറ്റീഷൻ ആദ്യം ഫയൽ ചെയ്യാൻ പാടില്ല. RCR ആണ് നമ്മൾ ആദ്യമായിട്ട് ഫയൽ ചെയ്യേണ്ടത്. RCR ഫയൽ ചെയ്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്യാം. പക്ഷെ പരമാവധി ആണുങ്ങളായിട്ട് ഡിവോഴ്സ് പെറ്റീഷനിലേക്ക് പോവാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ബുദ്ധിപരമായിട്ടുള്ള മാർഗം. അപ്പോൾ എന്തുകൊണ്ടാണ് RCR ആദ്യം തന്നെ ഫയൽ ചെയ്യണം എന്ന് പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പലപ്പോഴും ഈ കേസുകൾ, വ്യാജ പരാതികൾ വരുന്നത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും, ഭർത്താവിൻ്റെ ഒരു സമ്പാദ്യം അടിച്ചെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയായിരിക്കും. ഓക്കെ, ഈ വീഡിയോ കാണുന്ന അനുഭവമുള്ള ആൾക്കാർക്ക് മുഴുവനും ഞാൻ ഈ പറഞ്ഞതിൻ്റെ ഐഡിയ മനസ്സിലാവും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് RCR ഫയൽ ചെയ്യാം. അങ്ങനെ ഫയൽ ചെയ്താൽ കിട്ടുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഗുണത്തെ കുറിച്ചിട്ട് നമ്മുടെ കോടതി ഒരു വിധിയുണ്ട്. ആ വിധി ഞാൻ ആദ്യം ഒന്ന് വായിക്കാം. വിധി ഇങ്ങനെയാണ് പറയണത്: സെക്ഷൻ 127 CRPC, എനി ഓർഡർ മെയ്ഡ് അണ്ടർ സെക്ഷൻ 125 can be cancelled by the magistrate in consequence of any decision of a competent civil court. Second point, if there is a decision of a competent civil court granting decree for RCR in favor of the husband, showing his intention to receive the wife, and that decree of RCR clearly shows that the wife without reasonable excuse has withdrawn from the society of the husband, then that decree of the civil court clearly makes out a ground under subsection 2 of 127 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഭർത്താവ് ഒരു RCR ഫയൽ ചെയ്യുന്നു. ആ RCR ഫയൽ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഭാര്യ തിരിച്ച് വീട്ടിലേക്ക് വരുന്നില്ല, പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഭർത്താവുമായിട്ടുള്ള ഒരു ദാമ്പത്യ ബന്ധത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഭാര്യയ്ക്ക് താല്പര്യമില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ RCR ഭർത്താവ് വിൻ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ, മനസ്സിലായില്ലേ, വിത്തൗട്ട് റീസണബിൾ എക്സ്ക്യൂസ് വിൻ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, CRPC 125 പ്രകാരം കൊടുത്തുകൊണ്ടിരിക്കുന്ന മെയിൻ്റനൻസ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ്, ജനറലി അലവൻസ്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന് തൊട്ട് മുകളിൽ വരുന്ന സെക്ഷൻ 127 സബ്സെക്ഷൻ 2 പ്രകാരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്യാൻസൽ ചെയ്യുവാനായിട്ട് സാധിക്കുമെന്നുള്ളൊരു കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. അപ്പോൾ ഈ 127 സബ്സെക്ഷൻ 2 എന്ന് പറഞ്ഞാൽ അതിൻ്റെ മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് മജിസ്ട്രേറ്റിന് എന്ത് ചെയ്യാനായിട്ടുള്ള അധികാരമുണ്ട്. ഈ മജിസ്ട്രേറ്റ് എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്, ഫാമിലി കോടതിയിലെ ജഡ്ജി എന്ന് പറയുന്നത് മജിസ്ട്രേറ്റിന് ഈക്വലൻ്റ് ആയിട്ടുള്ള ഒരു പവറാണ് എന്നുള്ള കാര്യം കൂടി പ്രത്യേകം മനസ്സിലാക്കുക. അപ്പോൾ നമ്മളിപ്പോൾ DV കേസിൽ വരുന്ന സിറ്റുവേഷനിൽ മജിസ്ട്രേറ്റ് എന്നും, ഫാമിലി കോടതിയിൽ വരുമ്പോൾ നമ്മളതിന് ജഡ്ജ്, ഫാമിലി കോർട്ട് ജഡ്ജ് എന്ന് പറഞ്ഞാലും രണ്ടാളുടെയും പവർ എന്ന് പറയുന്നത് ഈക്വൽ ആണെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഗ്രൗണ്ട് അണ്ടർ സബ്സെക്ഷൻ 2 127 പ്രകാരം നമുക്കത് ക്യാൻസൽ ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ ക്യാൻസൽ ചെയ്യാനായിട്ട് ഈ പറയുന്ന മജിസ്ട്രേറ്റിന് അധികാരം കൊടുക്കുന്ന സെക്ഷനാണ് CRPC 127 സബ്സെക്ഷൻ 2 എന്നുള്ളൊരു കാര്യം കൂടി പ്രത്യേകം മനസ്സിലാക്കാം. സംശയമുള്ളവർക്ക് വേണമെങ്കിൽ ഗൂഗിൾ എടുത്തിട്ട് CRPC 127 സബ്സെക്ഷൻ 2 എന്താണെന്നുള്ളത് റിസർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യം കുറച്ചും കൂടി വ്യക്തമായിട്ട് മനസ്സിലാവും. ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടണൊക്കെ ഒന്ന് എനേബിൾ ചെയ്യാം. പുതിയൊരു വീഡിയോ മാറ്റി വീണ്ടും കാണാം.